ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മാങ്ങ കുടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഒരു ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, കല്യാണവും സൽക്കാരവും അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൂടുതൽ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ എന്താ പറയുക, മാങ്ങ കുടിക്കാണ്ട് ഉണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കുടിക്കണം. പിന്നെ അതുപോലെ നമ്മൾ പള്ളിൻ്റെ കയ്യത്തെ പള്ളിപ്പറമ്പിലെ മാങ്ങ നമ്മൾ ലേലം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അനിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, വാപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങി ഇങ്ങനെ വന്നതാണ് ഉച്ചക്ക് ചോറിന്. അപ്പോൾ അമ്മായിൻ്റെ മോനുണ്ട്, അളിയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ. ഇതാണ് നമ്മളെ പള്ളിയിലേക്കുള്ള വഴി. ഈ മാവുമ്പോഴുള്ള മാങ്ങ കേട്ടോ നമ്മൾ ലേലം ചെയ്തെടുത്തത്. അപ്പോൾ വാപ്പണ്ട് മുകളിൽ കയറി ഒടിക്കുന്നുണ്ട്. ഒരു കയറ് കെട്ടി അതിൻ്റെ മുകളിൽ ചാക്കും കെട്ടിയിട്ട് ചാക്കിലേക്ക് മാങ്ങ ഒടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് താഴോട്ട് താത്തി തരും. എന്നിട്ട് നമ്മൾ താഴെ ചെരിയും കേട്ടോ. അങ്ങനെയാണ് മാങ്ങ ഒടിക്കുന്നത്. അപ്പോൾ അധിക പ്രാവശ്യം നമ്മൾ തന്നെയാണ് ലേലം ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലേലം ചെയ്തെടുത്തിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ വാപ്പൻ്റെ പെങ്ങന്മാരോ അമ്മായിമാരോ അങ്ങനെ പലർക്കും, പിന്നെ നമ്മളെ അനിയന്മാരോ അനിയത്തിമാരോ അവർക്കൊക്കെ എല്ലാവരും കൂടിയാട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേലം ചെയ്തിട്ട് എല്ലാ പ്രാവശ്യവും എടുക്കൽ കേട്ടോ. പിന്നെ അമ്മായിൻ്റെ മോനുണ്ട്, അനിയനുണ്ട്, അളിയനുണ്ട്, എല്ലാവരും ഉണ്ട് നമ്മളപ്പുറം മാങ്ങ ഒടിക്കാൻ വേണ്ടിയിട്ട്. അത് അളിയാ ഞാൻ ഇതാക്കി തരാം. അളിയാൻ ഫുള്ള് മാലിലേക്കല്ല, അളിയന് കണ്ണൊന്നും കാണുന്നില്ല. അളിയ 2 എണ്ണം മാലിലാക്കി 4 എണ്ണം താഴത്തോട്ടേക്ക്. ഏത് മാല്? അങ്ങ് മാലിന്റെ ഒപ്പേ വിളിച്ചു. മാലയിലുണ്ടോ ഓട്ടോറിക്ഷയില്? നമ്മൾ ഒരു ഇൻഡല് മാങ്ങ ഒടിച്ചിട്ടോ. ഇനിയിപ്പോ ഒരു ഇൻഡല് ഒടിച്ചില്ലേ? ഇനി ഒരു ഇൻഡലൊന്നല്ല, 2 ഇൻഡല് സാധനം ഉണ്ടതാ, മുകളിലോട്ടൊക്കെ ഉണ്ടതാ, അവിടെ ഒക്കെ ഉണ്ട്, ഫുള്ളായിട്ട് ഒടിക്കാണ്ട്. അപ്പൊ ഇതാ ഒടിക്കുന്നിടത്ത് തന്നെ ഒരു 100-150 മാങ്ങ ആടെ തന്നെ ഒടിക്കാണ്ടത് ആ ഭാഗത്ത്. ആ മാറ്റിയേക്കടോ. പകുത്തിക്കോ? പകുത്തല്ലട്ടോ, അത് പൊട്ടിപ്പോയതാ, വീണ് പച്ച പൊട്ടിപ്പോ. നല്ല അടിപൊളി ചേലമാ കേട്ടോ, കിടിലൻ ചേലമാണത്. കിട്ടൂല, നമ്മക്ക് ഇല്ലാണ്ടായി പോവും. ഇല്ല ഇതെന്തായാലും എടുപ്പിക്കണം, എന്ത് വില എടുത്തിട്ടാണേലും. വലിയ തലക്കെട്ടൊക്കെ കെട്ടി മെയിനായിട്ട് പറിക്കുന്ന ആളാ മോനൂസ്. ആ പല്ലൂല പോത്തുന്ന് അറിയിപ്പിച്ച കോനെ കൊണ്ട്. എടാ പോത്തുന്ന് അറി. ഇങ്ങോട്ടൊക്കെ പോത്തുന്ന് അറി. പോട്ട് നോക്കിട്ടോ കേറുമ്പോ. ആ അതങ്ങനെ തന്നെ കൊണ്ടുപോയി കുത്തിയിട്ടായില്ലേ മനസ്സേ.
അങ്ങനെ കൊണ്ടുപോയി കുത്തിയിട്ടേ ആൾ കൊണ്ടുവച്ചിട്ടെ ആൾ കൊണ്ടുവച്ചിട്ടെ ഇയാളെ പണിക്കാരാണ്. തലയിൽ വെച്ചാറോ? ഞാൻ വെച്ചാ നോക്ക് നോക്ക്. പിന്നെ ഇത് ഇത്രയും മാങ്ങ തിന്നണ്ട എനിക്ക്. ആ തലക്ക് പിടിച്ചിക്കോ. നടക്ക്. ആ ആട്ടുണ്ടാക്കണോ? ഇപ്പൊ ഇറങ്ങി. ഏത് മധുരണ്ടോ? മധുരണ്ടോ? മോളാ വാര്യാൽമല വരുന്ന ആടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് വിടി. കങ്കുറഞ്ഞ മട്ടല് ഒഴിയില്ല. പിന്നെ വണ്ടി എടുത്തിട്ടാ പോയി ഉപ്പനല്ലേ എന്റെ വണ്ടി ആണെങ്കിൽ ആർപ്പായ്ക്ക് ഓരോ തെറ്റ് കൊടുക്കാൻ പാടില്ല ഒക്കെ അല്ലേ. രണ്ട് കൈ കൊണ്ടിട്ട് ഈ രണ്ടെണ്ണം കെട്ടോടെ ചെയ്താൽ അങ്ങനെ ഒട്ടുന്ന എത്തിയാൽ അതാ അതിലേക്ക് മാറ്റി തെറ്റണം. അതിലേക്ക് മാറ്റി തെറ്റി മുന്നേ കൊണ്ടുവച്ചു ചാക്ക് പിടിച്ചോളൂ. ഇതൊന്നുകൂടി ഒന്ന് തെറ്റിനാലേ ഒരാൾ ചാക്ക് പിടിച്ചു കൊടുക്കുക, ഒരാൾ നന്നാലെണ്ണാമത് കഴിഞ്ഞു കൊടുക്കും. നന്നാലിന് രണ്ട് കഴിഞ്ഞോട് ആകെ അങ്ങനെ വേണ്ടി കൊടുക്കും. എട്ടെന്ന് അറിയണ്ട 2 3 അല്ല എങ്ങോട്ട് കൊണ്ടോ എന്നിട്ട് നമ്മ കാണുന്നു. അളിയാ കൊക്ക മാലി ഇതോ എന്താ അറിയാം, കൊക്ക പെടുത്ത കൊക്കയാണ്. അത് ആരും എട്ടുള്ള നമ്മൾ മാലിഞ്ഞിട്ടാണ്. അതിന്റെ ഡിസ്പ്ലേ വേണ്ടിയില്ല. ഇന്നെത്തിക്കോ? നോട്ടെ ഞാൻ കേസം കഴിഞ്ഞില്ല. കട്ടഞ്ഞ ഞാൻ കുടിക്കോ ചെയ്യും. ചോറ് ചൂടുവെള്ള എനിക്ക് ചൂടാണ്. പിന്നെ പുന്നാറുണ്ടോ? ആ അതിന് വേണ്ട. വെള്ളമാണോ? മധുരം ഒഴിവാക്കി ഇവിടുന്ന് ഇവിടുന്ന് എന്നാ മോളെയും കൂട്ടി വന്നോ, രാവിലെ പോവാ അവിടുന്ന്. ആ ഇങ്ങനെ രാവിലെ പോയാ പോരെ.
അപ്പൊ നമ്മൾ മാങ്ങയൊക്കെ ഒടിച്ചതാ റൂം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മാങ്ങ ഒടിച്ചതാ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 600 മാങ്ങ നമ്മള് ഒടിച്ചിട്ട് ഇനിയും ഒരു 10-500 മാങ്ങയും കൂടി ഇനി ഒടിക്കാണ്ട്. സംഭവം എന്താ വെച്ചാല് നമുക്ക് ഒടിക്കാൻ അതിന്റെ മുകളിൽ കയറി ഒടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളെ കിട്ടണം. അപ്പൊ ഇനി അടുത്ത ദിവസം ആരെങ്കിലും കിട്ടിയിട്ട് വേണം ഒടിക്കാൻ പോകാന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണ്. നാട്ടിലെ ഇനി മാങ്ങയൊക്കെ പഴുപ്പിക്കണം. ഇതൊക്കെ ഓരോരുത്തർക്ക് ഇരിച്ചു വെച്ചാണ്, ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചേലമാങ്ങ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.